നമസ്കാരം. ഭരണി നാളുകാരെ സംബന്ധിച്ച് 2026 എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ഗുണദോഷ സമ്മിശ്രമാണ് പൊതുവെ. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സാമാന്യമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ കൃത്യമായിട്ട് വേഗം നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും ഉണ്ടായിത്തീരാനുള്ള സാധ്യതയാണ് ഉള്ളത്. സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെടാം. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും അതിന് ചില തടസ്സങ്ങളോ താമസങ്ങളോ ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളോ മറ്റ് അബദ്ധങ്ങളോ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് ഒരല്പം കാലതാമസത്തിന് സാധ്യതയുണ്ട്. എങ്കിലും പരിശ്രമം തുടരുക. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. വളരെ നല്ലതുപോലെ പരിശ്രമിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തിയില്ലെങ്കിൽ നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതിനാൽ വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്ന കാര്യത്തിലും കൂടുതൽ ശ്രദ്ധയോടുകൂടിയ പരിശ്രമം ആവശ്യമാണ്. നിങ്ങളുടെ സമഗ്രമായ രാശിചിന്ത ചെയ്യുന്നതിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി ചെയ്യുന്നതായാൽ ഈ വർഷം നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള പുരോഗതിയും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.